പുതുക്കാട് സെന്റ് ആന്റണീസ് ഹയർ സെക്കൻഡറി സ്കൂളിലെ പ്രവേശനോത്സവവും മെറിറ്റ് ഡേയും സംഘടിപ്പിച്ചു. സോപാനം 2026 പുതുക്കാട് ഗ്രാമപഞ്ചായത്ത് പ്രസിഡന്റ് രതി ബാബു ഉദ്ഘാടനം നിർവഹിച്ചു. സ്കൂൾ മാനേജർ ഫാദർ ഡേവിസ് ചെറേത്ത അധ്യക്ഷത വഹിച്ചു. +2 പരീക്ഷകളിൽ ഉന്നത വിജയം നേടിയ വിദ്യാർത്ഥികളെ അനുമോദിച്ചു. സ്കൂളിലെ പൂർവ്വ വിദ്യാർത്ഥിയും തൃശൂർ മെഡിക്കൽ കോളേജ് ENT ഡിപ്പാർട്ട്മെന്റ് അസിസ്റ്റന്റ് പ്രൊഫസറുമായ ഡോക്ടർ PF അലീനയെ ചടങ്ങിൽ ആദരിച്ചു. പഞ്ചായത്ത് വൈസ് പ്രസിഡന്റ് KJ ജോജു, പഞ്ചായത്ത് അംഗം ജോളി ചുക്കിരി, സ്കൂൾ പ്രിൻസിപ്പൽ ടോബി തോമസ്, സ്കൂൾ പ്രധാനാധ്യാപകൻ യുജിൻ പ്രിൻസ്, PTA പ്രസിഡന്റ് ടിയോ ജോൺ, MPTA പ്രസിഡന്റ് സ്നേഹ ബിജു, സീനിയർ അധ്യാപിക ബീനമോൾ ഫ്രാൻസിസ് എന്നിവർ പ്രസംഗിച്ചു. കൺവീനർ ജീമ ജീസൺ നേതൃത്വം നൽകി. കഴിഞ്ഞ കൂട്ടുകെട്ട് കഴിഞ്ഞ്, അതായത് കൂട്ടുകാരികളെയും കൂട്ടുകാരന്മാരും ഒക്കെ പിരിഞ്ഞ് പുതിയൊരു അന്തരീക്ഷത്തിലേക്ക് വരുമ്പോഴുള്ള ഒരു, അതായത് ഫസ്റ്റ് ആയിട്ട് കടന്നു വരുമ്പോഴുള്ള ഒരു വിഷമം അതൊരു ദിവസം കൊണ്ട് മാറാവുന്നതാണ്. സെന്റ് ആന്റണീസ് ഹയർ സെക്കൻഡറി സ്കൂളിലെ 26-27 വർഷത്തെ ഫ്രഷേഴ്സ് ഡേ ആയിട്ടുള്ള സോപാനം ഉദ്ഘാടനം ചെയ്യപ്പെടുകയാണ്. ഈ അവസരത്തിൽ നിങ്ങളേവരെയും സ്വാഗതം ചെയ്യുക എന്നുള്ള താല്പര്യമാണ് എനിക്ക് അർപ്പിക്കപ്പെട്ടിട്ടുള്ളത്. തൃശ്ശൂർ ജില്ലയിലെ ഏറ്റവും കൂടുതൽ +2 കുട്ടികൾ പഠിക്കുന്ന, ഏറ്റവും കൂടുതൽ ബാച്ചുകളുള്ള ഈ വിദ്യാലയ മുത്തശ്ശിയിൽ അറിവിന്റെ അക്ഷരങ്ങൾ തേടി വരുന്നത്. ഒന്നാമത്തെ കാര്യം, നിങ്ങൾ ഒരു പുതിയ സ്ഥലത്തേക്ക്, ചിലരൊക്കെ അവർക്കറിയാവുന്ന സ്ഥലത്തേക്ക് തന്നെ പുതിയ വേഷഭൂഷാദികളോടുകൂടെ എത്തിയിരിക്കുകയാണ്. തികഞ്ഞ അച്ചടക്കം ഈ മീറ്റിങ്ങിൽ കാണുന്നുണ്ട്. സന്തോഷം. അല്ലെങ്കിൽ എനിക്ക് ആദ്യത്തെ വാക്കുകൾ നിങ്ങളൊക്കെ സംസാരിക്കാതിരിക്കൂ എന്ന് പറയേണ്ടി വന്നത്. വലിയ സന്തോഷവും അഭിമാനവും ഉണ്ട്. അതിനവസരം ഒരുക്കിയ പ്രിൻസിപ്പൽ ടോബി സാറിന് എൻ്റെ ഹൃദയം നിറഞ്ഞ നന്ദി ഞാൻ ഇവിടെ അറിയിക്കുകയാണ്. മാത്രവുമല്ല, എൻ്റെ ജീവിതത്തിലെ ഒരു സുപ്രധാന കാലഘട്ടമായിരുന്ന +2 കാലഘട്ടം, അതിലെനിക്ക് വഴികാട്ടിയ എൻ്റെ പ്രിയ ടീച്ചേഴ്സിനെയും ഞാൻ ഈ വേദിയിൽ നന്ദിയോടെ ഓർക്കുന്നു. പ്രിയ രക്ഷിതാക്കളെ, നിങ്ങൾക്കൊപ്പം ഞങ്ങളുമുണ്ട്. നിങ്ങളുടെ ആശയങ്ങളിൽ, സ്വപ്നങ്ങളിൽ വിവേകത്തോടെ ഒപ്പം നിൽക്കാൻ ഞങ്ങളുമുണ്ട്. ഈ മനോഹര യാത്രയുടെ തുടക്കം സോപാനം സന്തോഷത്തോടെയും പ്രതീക്ഷയോടെയും നമുക്ക് ഇന്ന് ആഘോഷിക്കാം.